ഒരിക്കൽ എക്സൈറ്റഡ് ആയി തോന്നിച്ച ആ കാര്യം ഇന്ന് നോർമലായി തോന്നുന്നു. മൂവീസ് ബോറിംഗ് ആകുന്നു. ഒരു ബുക്ക് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. നിന്റെ ഗോൾസ് നിന്നെ മുന്നോട്ട് നയിക്കുന്നില്ല. ഒരിക്കൽ നടക്കാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ എംപ്റ്റി ആയി തോന്നുന്നു. ചിലപ്പോൾ നീ പറഞ്ഞിരിക്കാം, എനിക്ക് മോട്ടിവേഷൻ ഇല്ല, എനിക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല, ലൈഫിൽ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് മണിക്കൂറുകളോളം നിനക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നു? റാൻഡം ഫാക്ട്സിൽ ബ്രെയിൻ എന്തുകൊണ്ട് എഴുന്നേൽക്കപ്പെടുന്നു? അ സെലിബ്രിറ്റി സ്റ്റോൺ, അ മിസ്റ്ററി വീഡിയോ, അ നോട്ടിഫിക്കേഷൻ. എന്തെങ്കിലും ഇത്തരം കോൺട്രഡിക്ഷൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ നിന്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടതല്ല. യുവർ ക്യൂരിയോസിറ്റി ഹാസ് ബീൻ സ്റ്റോൾഡ്. കുഞ്ഞായിരിക്കുമ്പോൾ മണിക്കൂറുകളോളം ഒരു ഇൻസെക്റ്റിനെ ഫോളോ ചെയ്ത് പുറകെ പോയിരിക്കാം. റാൻഡം ബോക്സസ് ഓപ്പൺ ചെയ്യും, 100-ലധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ക്യൂരിയോസിറ്റി എന്നത് ഹ്യൂമൻ ബ്രെയിനിന്റെ എഞ്ചിനാണ്. വി ബോൺ ഹംഗ്രി ടു ലേൺ, ഹംഗ്രി ടു ഡിസ്കവർ, ഹംഗ്രി ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമ്മുടെ ജേർണിയിൽ എവിടെയും ആ ഫീലിംഗ് നശിച്ചിരിക്കുന്നു. ലൈഫ് റിപ്പീറ്റേറ്റീവായി വേക്ക് അപ്പ്, വർക്ക്, ഈറ്റ്, സ്ലീപ്പ്, റിപ്പീറ്റ്. ഡേയ്സ് മന്ത്സ് ആകും, മന്ത്സ് ഇയേഴ്സ് ആകും. യു ആർ അലൈവ് ബട്ട് യു ഡോണ്ട് ഫീൽ അലൈവ്. സയന്റിസ്റ്റ് ക്യൂരിയോസിറ്റിനെ മെന്റൽ ഹങ്കർ ആയാണ് കൺസിഡർ ചെയ്യുന്നത്. നിന്റെ വയറിന് ഫുഡ് വേണം, ദ സെയിം വേ നിന്റെ ബ്രെയിനിന് ഇൻഫോർമേഷൻ വേണം. എന്തെങ്കിലും കാര്യത്തിൽ നിന്റെ ബ്രെയിൻ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഫോർ വാട്ട് യു നോ ആൻഡ് വാട്ട് യു വോണ്ട് ടു നോ, എങ്കിൽ ബ്രെയിൻ എക്സൈറ്റഡ് ആകും. ആ എക്സൈറ്റ്മെന്റ് ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യും. അത്തരം ഡോപ്പമൈൻ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നു. ഡോപ്പമൈൻ എന്നത് റിവാർഡ് അല്ല, അത് നിന്റെ റിവാർഡിലേക്ക് പുഷ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് മേക്ക് യു ചേസ്, എക്സ്പ്ലോർ, ഗ്രോ. ബട്ട് വിത്തൗട്ട് ഡോപ്പമൈൻ നത്തിങ് ഫീൽ വർത്തി പേഴ്സ്യൂയിങ്. നീ ഒരു കാട്ടിലൂടെ നടക്കുന്നു. വഴിയിൽ നിന്ന് നിനക്കൊരു ബോക്സ് കിട്ടി. അതിൽ ഓപ്പൺ ചെയ്യുന്നതും എന്തോ ഇൻട്രസ്റ്റിംഗ് ആയത് നീ കണ്ടു. ബ്രെയിൻ അതിന് ഡോപ്പമൈൻ റിലീസ് ചെയ്യും. കാരണം നിനക്ക് റിവാർഡ് കിട്ടിയത് കൊണ്ടല്ല, നിനക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ എന്തോ കിട്ടിയത് കൊണ്ടാണ്. എന്നാൽ എല്ലാ ദിവസവും തൗസൻഡ്സ് ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് ബോക്സ് നിനക്ക് കിട്ടുന്നു എങ്കിലോ? അതാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. ഓരോ സ്വൈപ്പും പറയുന്നു, മേ ബി അടുത്ത വീഡിയോ ബെറ്റർ ആകും, മേ ബി അടുത്ത പോസ്റ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ആകും. നിന്റെ ബ്രെയിൻ ആ മേ ബിയെ സ്നേഹിക്കുന്നു. ഈ ക്യൂരിയോസിറ്റി ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഡോപ്പമൈൻ മേക്സ് യു കീപ് സെർച്ചിങ്. ഇത്തരം ഫ്രീക്വൻസ് ക്വിക്ക് റിവാർഡ്സ് റിപ്പീറ്റേറ്റീവ് ഡോപ്പമൈൻ സ്പൈക്സ് ഉണ്ടാക്കുന്നു. ഓരോ സ്പൈക്കും എക്സൈറ്റഡ് ആകും. അതുവഴി ഡേഞ്ചറസ് ആയ ഒരു കാര്യം നടക്കും. ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിന് എനർജി വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം എന്നും നടന്നാൽ അതിനെ സ്പെഷ്യലായി കൺസിഡർ ചെയ്ത് നിർത്തും. അവിടെയാണ് ക്യൂരിയോസിറ്റി ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. അതായത് ബ്രെയിൻ കുറച്ച് ഡോപ്പമൈൻ റിസീവേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. കാരണം ഡോപ്പമൈൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റിമുലേഷൻ കൂടുന്നതനുസരിച്ച് ആക്റ്റീവ് ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് കുറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സെയിം എമൗണ്ട് ഓഫ് ഡോപ്പമൈൻ ഇനിയും വരും, പക്ഷെ കുറച്ച് റിസപ്റ്റേഴ്സ് മാത്രമേ അതിനെ റിസീവ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനാൽ ബ്രെയിൻ എക്സ്പീരിയൻസ് ലെസ് എക്സൈറ്റ്മെന്റ്, ലെസ് മോട്ടിവേഷൻ, ലെസ് ഇൻട്രസ്റ്റ്, ലെസ് ക്യൂരിയോസിറ്റി. അതുവഴി ബുക്സ് ബോറിംഗ് ആകുന്നു, ലേണിംഗ് ഹാർഡ് ആകുന്നു, കോൺവെർസേഷൻ ഡൾ ആകുന്നു, ഗോൾസ് ഡിസ്റ്റൻസ് ആയി ഫീൽ ചെയ്യുന്നു. വേൾഡ് ബോറിംഗ് അല്ല ആകുന്നത്, യുവർ ക്യൂരിയോസിറ്റി സിസ്റ്റം ബിക്കം ഓവർലോഡഡ്. ഇനി നമുക്ക് ഇത്തരം ഓവർ സ്റ്റിമുലേഷന്റെ ഹിഡൻ കോസ്റ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യു കാൺ ഫോക്കസ് എനിമോർ. ഒരു പപ്പിയെ ഇമാജിൻ ചെയ്യാം. ഒരു 5 സെക്കൻഡിലും ന്യൂ ടോയ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എ ബോൾ, എ സ്റ്റിക്ക്, എ സ്ക്വീസി ടോയ്. അതിന് ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പുതിയത് അതിൻ്റെ അടുത്ത്? പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നിന്റെ അറ്റൻഷനിലും നടക്കുന്നത്. ഓരോ നോട്ടിഫിക്കേഷൻ, ഓരോ ഷോർട്ട് വീഡിയോസും, ഓരോ സ്വൈപ്പും ബ്രെയിനോട് പറയുന്നു ബെറ്ററായ മറ്റെന്തോ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ബുക്ക് വായിക്കാനിരുന്നാൽ അൺകംഫർട്ടബിൾ ആയി തോന്നുന്നു. കാരണം ബ്രെയിന് ഓരോ സെക്കൻഡിലും നോവലിറ്റി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇവൻച്വലി ഫോക്കസ് സ്റ്റാർട്ടഡ് ഫീലിംഗ് പെയിൻഫുൾ. നത്തിങ് ഫീൽസ് എക്സൈറ്റിംഗ്. നിന്റെ ഫേവറേറ്റ് ഫുഡ് കൺസിഡർ ചെയ്യാം. അത് വീക്ക്ലി വൺസ് കഴിച്ചാൽ അമേസിങ്. എന്നാൽ ഡെയിലി 5 തവണ 6 മാസത്തേക്ക് കഴിച്ചു നോക്കൂ. നിന്റെ ഫേവറേറ്റ് മീൽ ഓർഡിനറി ആകും. സിമിലർലി ബ്രെയിൻ എക്സൈറ്റ്മെന്റ് ഒക്കേഷണലി എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇന്ന് ഒരു ദിവസം 100 പ്രാവശ്യം എക്സൈറ്റഡ് ആയാലോ? ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യും. ഈ സ്റ്റിമുലേഷൻ ലെവൽ നോർമൽ ആകും. ഓർഡിനറി ലൈഫ് എംപ്റ്റി ആയി ഫീൽ ചെയ്യും. ഇതൊന്നും ബോറിംഗ് ആയതുകൊണ്ടല്ല, ബിക്കോസ് യുവർ ബ്രെയിൻ എക്സൈറ്റ്മെന്റ് ത്രെഷോൾഡ് ഹാസ് ബീൻ ടു ഹൈ. യു സ്റ്റോപ്പ് ഗ്രോയിങ്. ഏതൊരു സ്കിൽ ബിൽഡിംഗ് ഫേസിലും ഒരു ബോറിംഗ് ഫേസ് ഉണ്ടാകും. പ്രോഗ്രസ് ഇൻവിസിബിൾ ആകുന്ന ആ സ്റ്റേറ്റിൽ
നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്യൂരിയോസിറ്റി മാത്രമായിരിക്കും. പക്ഷേ ഓവർ സ്റ്റിമുലേറ്റഡ് ബ്രെയിനിനെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിൽ ജസ്റ്റ് ലേ. അതിനാൽ ആ സ്കില്ലിൽ ഡീപ്പായി പോവാതെ ന്യൂ ഹോബി, ന്യൂ കോഴ്സ്, ന്യൂ ഗോൾ, ന്യൂ പ്ലാൻ, ന്യൂ മോട്ടിവേഷൻ വീഡിയോ എന്നിവയിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. And years passes without mastery because mastery requires same. But ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിനക്ക് അൺലേൺ ചെയ്യാൻ കഴിയും. നിന്റെ ക്യൂരിയോസിറ്റി മരിച്ചിട്ടില്ല, അത് ഉറങ്ങിക്കിടക്കുകയാണ്. ആൻഡ് ഇന്ന് നമുക്ക് എങ്ങനെ അതിനെ ഉണർത്താം എന്ന് നോക്കാം. ലോവർ ദ നോയ്സ്. ഒരു റൂമിലേക്ക് കയറുന്നു, 10 ആളുകൾ നിനക്ക് ചുറ്റും നിന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ തന്നെ തോട്ട്സ് നിനക്ക് കേൾക്കാൻ സാധിക്കില്ല. ഇന്നത്തെ ബ്രെയിനും ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സൊല്യൂഷൻ എന്നത് കൂടുതൽ മോട്ടിവേഷൻ അല്ല, ലെസ് നോയ്സ്. ഒരു 30 മിനിറ്റത്തേക്ക് നോ ഫോൺ, നോ യൂട്യൂബ്, നോ മ്യൂസിക്, ജസ്റ്റ് സിറ്റ്. ആദ്യം അത് അൺകംഫർട്ടബിൾ ആയി തോന്നുന്നു. നീ റെസ്റ്റ്ലെസ് ആകും, കാരണം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ ലോങ് ടൈം യുവർ ബ്രെയിൻ ഈസ് നോട്ട് ബീങ് ഫെഡ് സ്റ്റിമുലേഷൻ. കുറച്ച് ദിവസത്തിന് ശേഷം തോട്ട്സ് റിട്ടേൺസ്, ഐഡിയ റിട്ടേൺസ്, ക്യൂരിയോസിറ്റി റിട്ടേൺസ്, ക്വസ്റ്റ്യൻ റിട്ടേൺസ്. നോയ്സിനുള്ളിൽ മുങ്ങിപ്പോയ നിന്റെ തന്നെ വോയിസ് നിനക്ക് ഓഡിയബിൾ ആവും. മൂവ് യുവർ ബോഡി. ഒരു റിവറിലെ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് പോയാൽ അത് സ്റ്റാഗ്നന്റഡ് ആകും. ബ്രെയിനും സിമിലർലി വർക്ക് ചെയ്യുന്നു. മൂവ്മെന്റ് ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യും. എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെന്റ് എക്സസൈസ് മാത്രമല്ല, ഇറ്റ് ഈസ് ന്യൂറോളജിക്കൽ മെഡിസിൻ. സ്ക്രോൾ ചെയ്യാതെ, ഡിസ്ട്രാക്റ്റഡ് ആവാതെ നടക്കാൻ പോകുക. ആളുകളെയും മരങ്ങളെയും കിളികളെയും നോട്ടീസ് ചെയ്യാം. നിന്റെ മനസ്സിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസിനെ നോട്ടീസ് ചെയ്യാം. ബോഡി മൂവ് ചെയ്യുന്നത് വഴി ക്യൂരിയോസിറ്റി തിരികെ വരുന്നു. കാരണം മൂവ്മെന്റ് ബ്രെയിനോട് പറയുന്നു വി ആർ എക്സ്പ്ലോറിംഗ് എഗെയിൻ. ആൻഡ് ദ ബ്രെയിൻ ലവ്സ് എക്സ്പ്ലോറേഷൻ. ഫോളോ ദ ത്രെഡ്. നമ്മൾ ഇൻഫോർമേഷൻ കൺസ്യൂം ചെയ്യുന്നത് TV ചാനൽ ചേഞ്ച് ചെയ്യുന്നത് പോലെയാണ്. കുറച്ച് സൈക്കോളജി, കുറച്ച് ഫിനാൻസ്, കുറച്ച് പ്രൊഡക്ടിവിറ്റി, നത്തിങ് കണക്ട്സ്. ഇൻസ്റ്റെഡ് ഫോളോ വൺ ത്രെഡ്, വൺ ക്വസ്റ്റ്യൻ, വൺ ഒബ്സഷൻ. നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് ആഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാം. റീഡ് ചെയ്യാം, വീഡിയോസ് കാണാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ 100 മോർ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ക്യൂരിയോസിറ്റി വളരുന്നത്. എല്ലാം കൺസ്യൂം ചെയ്യുന്നത് വഴിയല്ല, ബട്ട് ബൈ എക്സ്പ്ലോറിംഗ് സംതിങ് ഡീപ്ലി. ദ വണ്ടർ ജേർണൽ. എല്ലാ രാത്രിയും 3 കാര്യങ്ങൾ എഴുതാം. നിന്നെ ഇന്ന് സർപ്രൈസ് ചെയ്യിപ്പിച്ചത് എന്ത്? ക്യൂരിയസ് ആക്കിയത് എന്ത്? നിനക്ക് ആൻസർ കിട്ടാത്ത ആ ക്വസ്റ്റ്യൻ എന്ത്? ദാറ്റ്സ് ഇറ്റ്. അതിന് 2 മിനിറ്റിൽ താഴെ മാത്രമേ ആവശ്യമുള്ളൂ. ബട്ട് യുവർ ബ്രെയിൻ ബിഗെയിൻ സെർച്ചിങ് ഫോർ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഡ്യൂറിംഗ് ദ ഡേ. കാരണം നീ എന്തിലൊക്കെയാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അത് ഗ്രോ ചെയ്യും. ക്യൂരിയോസിറ്റിയും സെയിം ആയാണ് വർക്ക് ചെയ്യുന്നത്. ഫീഡ് ഇറ്റ് ആൻഡ് ഇറ്റ് എക്സ്പാൻഡ്സ്, ഇഗ്നോർ ഇറ്റ് ആൻഡ് ഇറ്റ് ഷ്രിങ്ക്സ്. നിനക്കൊന്നും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാത്തത് ക്യൂരിയോസിറ്റിയുടെ എൻഡിങ് അല്ല. മേ ബി ഇറ്റ് ഈസ് എ സിഗ്നൽ, എ മെസ്സേജ് ഓർ വിസ്പർ ഫ്രം യുവർ ബ്രെയിൻ സേയിങ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായതാണ്, ലേൺ ചെയ്യാനുള്ളതാണ്, ഞാൻ എൻ്റെ സ്ക്രോളിങ്ങിന് വേണ്ടിയുള്ളതല്ല. ആ സ്പാർക്ക് ഇപ്പോഴും ഉണ്ട്, ബട്ട് അത് ഓവർ സ്റ്റിമുലേഷന്റെ അടിയിൽ ഡിസ്ട്രാക്ടന്റെ ഉള്ളിൽ പെട്ടിരിക്കും. ഒരു ദിവസം when you finally give your mind room to breath, നിനക്ക് മനസ്സിലാകും നീ വണ്ടറിൽ നിന്നും ഡിസ്കണക്റ്റഡ് മാത്രമാണ്. ആൻഡ് വണ്ടർ can always return. ലാസ്റ്റ് ടൈം എന്ത് കാര്യമാണ് നിന്നെ ജനറലി ക്യൂരിയസ് ആക്കിയത് ആൻഡ് അത് എന്തായിരുന്നു? കമന്റ് ബിലോ. ഈ വീഡിയോ നിന്റെ ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്തുവെങ്കിൽ ഇപ്പോൾ ലൈഫിൽ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൂട്ടുകാരനുമായി ഷെയർ ചെയ്യും. ചിലപ്പോൾ അത് അവരുടെ കംബാക്റ്റിനുള്ള ഒരു ബിഗിനിങ് ആവും. And sometimes the first step towards feeling alive again is simply creating enough silence to hear it.